വെറുതെ ഇങ്ങനെ പീസാക്കണേ. നിങ്ങൾ പീസാക്കണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അപ്പോൾ ആ ദിവസം ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക് പാക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് 6-ാം തീയതി 6th February ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പുലർച്ചെ ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ടു എയർപോർട്ടാണ്. ആക്ച്വലി എയർപോർട്ടിലേക്കാണ് എല്ലാം പോകുന്നത്. ഇപ്പോൾ ബസ് സ്റ്റേഷനിലേക്കാണ്. അപ്പം ദുബായ് ഇബിൻ ബത്തൂത്ത മാളിൻ്റെ അടുത്ത് നമുക്ക് ബസ് ഉണ്ടാവും അബുദാബി എയർപോർട്ടിലേക്കുള്ള. അപ്പം അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഇതുവരെ എവിടെയാണ് പോകുന്നതെന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് മാത്രമേ ഞാൻ ലൊക്കേഷൻ റിവീൽ ചെയ്യുള്ളൂ. അപ്പം എൻ്റെ ഇന്നത്തെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് ശ്യാമലിയാണ്. അപ്പോൾ ഞാനും ശ്യാമലിയും കൂടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗേൾസ് ട്രിപ്പാണ്. പാവം എൻ്റെ ഹസ്ബൻഡ് ഇന്ന് വരുന്നില്ല, ശരത്തേട്ടൻ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഞാനും ശ്യാമലിയും അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പം ഈ ഒരു ട്രിപ്പിൻ്റെ കാഴ്ചകളായിരിക്കും ഇനി വരുന്ന എല്ലാ വീഡിയോസിലും. അപ്പം നമുക്ക് നേരെ ബസ് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇബിൻ ബത്തൂത്ത എത്തിയിട്ടുണ്ട്. ഇബിൻ ബത്തൂത്ത മാളിൻ്റെ അടുത്താണ് ഈ ബസ് സ്റ്റോപ്പ് വരുന്നത്. ഇപ്പം നമ്മൾ ഇബിൻ ബത്തൂത്തയിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് 35 ദിർഹംസാണ് അബുദാബി എയർപോർട്ടിലേക്ക്. ഇപ്പം ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സമയം ഏകദേശം ഒരു 2:50 നമ്മുടെ ബസ് 3 മണിക്കാണ്. ബൈ, ലവ് യു. ഞങ്ങളങ്ങനെ ശരത്തേട്ടനോട് യാത്ര പറഞ്ഞ് ബസ്സിൽ കയറി ഓൺ ദ വേ ടു അബുദാബി എയർപോർട്ട്. അപ്പോൾ ശ്യാമലിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് അല്ലേ? ആർ യു എക്സൈറ്റഡ്? രണ്ടുപേരും എക്സൈറ്റഡാണ്. എൻ്റെയും ഞാനും അതെ, ഗേൾസ് ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇങ്ങനെ പോയില്ല ശരത്തേട്ടൻ്റെ കൂടെ അല്ലാണ്ട്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി എയർപോർട്ടിൽ പോയിട്ട് കാണാം. നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇത് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ കേക്കും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാം. നമ്മളങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി കേട്ടോ. ഇപ്പം ബസ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അബുദാബി എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. പോവാം. നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഗേറ്റ് നോക്കിയിട്ട് പോവാണ്. ഗേറ്റ് തപ്പി നടക്കാട്ടോ. തളർന്നു പോയല്ലേ ഗേറ്റ് തപ്പി നടന്നിട്ട് കുറേ സമയം നടക്കുന്നത്. ഇതുവരെ നമുക്ക് നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാനാണ് കാണുന്നുണ്ട് ഇവിടെ റൂട്ട്. പക്ഷേ എങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഗേറ്റിലെത്തി കേട്ടോ. ഒരുപാട് നേരം നടന്നിട്ടാണ് നമുക്ക് ഗേറ്റിലെത്താൻ പറ്റിയത്. എന്താ പറയുക, ഒരു എയർപോർട്ടിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തും വരെ നടന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവില്ലേ. നമ്മുടെ ശ്വാസം പോയി, കിതച്ചുപോയി. എനർജി ഡ്രിങ്ക് കുടിക്കണോ? നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. നമ്മളങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. ഇപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. അപ്പം ഞാൻ പറയാം, എന്താ പറയുക, ഞാൻ ആ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.
പൈസ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ശ്യാമിലി നമുക്ക് ഇതാക്കണ്ടേ, കറൻസി മാറ്റണ്ടേ? ശ്യാമിലി ഇവിടെ സിമ്മ് വാങ്ങിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് റൂമിലെത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളങ്ങനെ കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. ഇതാണ് ഇവിടുത്തെ നോട്ട്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്ന മന്നത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ മുന്നിൽ പോകുന്ന ഓറഞ്ച് സൂട്ട് കേസ് എടുത്ത് പോകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഗൈഡ്. മീൻസ് ഫോർ ടുഡേ നമ്മൾ ആ പുള്ളിയാണ് നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത്. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. സോ നമുക്ക് റിവീൽ ചെയ്യാമല്ലോ നമ്മുടെ ഡെസ്റ്റിനേഷൻ. സോ വി ആർ ഇൻ അസർബൈജാൻ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ ഫുൾ അസർബൈജാൻ കാഴ്ചകളായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പുറംഭാഗം കാണിച്ചു തരാം. ബാക്കൂലെ എയർപോർട്ട്. ഞങ്ങളങ്ങനെ കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ അതേപോലെ സിമ്മൊക്കെ എടുത്തു. ഇപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ്, നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഇനിയിപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മുടെ വണ്ടി കേട്ടോ. നമ്മൾ വണ്ടിയിൽ സാധനമൊക്കെ വെച്ചിട്ട് ഹോട്ടലിലേക്ക് പോവാണ്. ശ്യാമിലി, നമ്മുടെ ഗേൾസ് ട്രിപ്പ് ഫൈനലി ഓൺ. എനിക്ക് തോന്നുന്നത് ബാക്കു അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. എന്താ നമ്മൾ ജോർജിയനെയും അർമേനിയൊക്കെ കമ്പയർ ചെയ്യുമ്പം ബാക്കു അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഐ മീൻ അസർബൈജാന് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രി ആയിട്ട് തോന്നുന്നു. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ അങ്ങനെ കയറാണ്. ബ്രോ സേ ഹായ്. ബ്രോ സേ ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. ഏതാ ഇതാണ്. അത്യാവശ്യം നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഉള്ളിലത്തെ ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ബാക്കി കാണാം. ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കളർഫുള്ള് മിറർ സെൽഫ് എടുക്കാൻ പറ്റിയ ലിഫ്റ്റ്. ശ്യാമിലി ഇങ്ങോട്ട് വാ. അപ്പം നമ്മൾ നല്ല രസമുണ്ട്, എല്ലാവരും കോസി വൈബ്. നമ്മൾ നമ്മുടെ റൂം കാണാൻ പോവാണ്. വാവ്, നൈസ്. അതുണ്ടാവൂടാ. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം കാണാം. ഹലോ, വെൽക്കം ടു അവർ ഹോം ഫോർ 4 days. അപ്പം നമ്മുടെ റൂം ടൂർ കണ്ടാലോ നമുക്ക്? കമോൺ. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. വാ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി മിററുണ്ട്. ഹലോ അല്ലേ ശ്യാമിലി? നമുക്ക് വീഡിയോസും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും. അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്. ഇവിടെ തന്നെ ഒരു ടി വി ഉണ്ട്. പിന്നെ നമ്മുടെ ബെഡ് കണ്ടോ, ഇതൊരു ഡബിൾ ബെഡ്റൂമാണ്. ഒരു ഫുള്ള് മൊത്തത്തിലൊരു വാം ലൈറ്റാട്ടോ ഇവർ ഈ ഇതിൻ്റെ കോറിഡോറിലായിക്കോട്ടെ ഫുള്ളൊരു വാം ലൈറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആ ഒരു കോസി വൈബ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും.
പിന്നെ ഇവിടെ ഒരു ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫുള്ളൊരു മിററിൻ്റെ ഒരു സംഭവം കേട്ടോ. ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇങ്ങോട്ട് വാ. ഇതാ ഇവിടെയും ഒരു മിറർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇങ്ങോട്ട് വാ. ഇതാ ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ നമ്മൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ, കഥ പറയാൻ നമുക്കൊരു 2 ചെയറും ടേബിളൊക്കെ ഉണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു റൂം കേട്ടോ. പിന്നെ ഇതേപോലെ ഇവിടെ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. കാരണം വേറൊരു റൂം നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത്രയും സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂം തന്നെ സെലക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വാഷ്റൂം കൂടി കാണിച്ചു തരാം. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. നല്ല വലിയ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിയ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പിന്നെ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഷാമ്പൂ, കണ്ടീഷണർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഷവർ ഏരിയ ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളി റൂമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ ഞാൻ സ്റ്റേ ചെയ്തതിൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റൂമാണ് കേട്ടോ. റൂമിലെത്തി. നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ചില്ല. ഈ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഇന്ന് ബാക്കു സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കാണുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.